ഗോപിനാഥൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയാണ് ഞാൻ ഇവിടെ കഥയായി അവതരിപ്പിക്കുന്നത്. ഒരു അമ്മയുടെ സ്നേഹം ലോകത്തിലെ മറ്റെന്തിനെക്കാട്ടും വലുതാണെന്ന് കാണിക്കുന്ന ഒരു കഥ കേട്ടാലോ? പണ്ട് പണ്ട് നങ്ങേലി അമ്മയ്ക്ക് ഒരു ഉണ്ണി പിറന്നു. നങ്ങേലി അമ്മ ചെല്ല അമ്മമാരെയും പോലെ ഉണ്ണിയെ ഓമനിച്ച് വളർത്തി. ഉണ്ണിക്ക് 7 വയസ്സായി. എയ്ത്തോലെയും എയ്ത്താനെയും കൊടുത്ത് പള്ളി കൊടുത്ത് വിട്ടു നങ്ങേലി അമ്മ. എന്നും വൈകുന്നേരം നങ്ങേലി അമ്മ ഉണ്ണിക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു ദിവസം ഉണ്ണി പള്ളിക്കൂടത്ത് പോകുന്ന വഴിക്ക് മലമുകളിലെ ഭൂതം ഉണ്ണിയെ കണ്ടു. ഭൂതത്തിന് ഉണ്ണി ഇഷ്ടപ്പെട്ടു. ഭൂതം എന്ത് ചെയ്തെന്നോ? ഒരു സുന്ദരിയായ പെണ്ണിന്റെ വേഷം കെട്ടി ഉണ്ണി അടുത്ത് ചെന്നു. ഭൂതം പറഞ്ഞു, എയ്ത്തോലെ എയ്ത്താനെ ദൂരെ കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. അതെന്തിനാ പറഞ്ഞേ? എയ്ത്താന് ഇരുമ്പല്ലേ, ഭൂതത്തിന് ഉണ്ണിയെ തൊടാൻ പറ്റില്ല. ഉണ്ണി എയ്ത്തോലെ എയ്ത്താനെ ദൂരെ കളഞ്ഞിട്ട് ഭൂതത്തിന്റെ കൂടെ ചെന്നു. സന്ധ്യയായി. നങ്ങേലി അമ്മ കാത്തിരുന്നു. ഉണ്ണി വന്നില്ല. ഉണ്ണീന്ന് വിളിച്ചു. ഉണ്ണി കേട്ടില്ല. അതിന് പകരം ആര് കേട്ടു? മലമുകളിലെ ഭൂതം കേട്ടു. ഭൂതം എന്ത് ചെയ്തെന്നോ? നങ്ങേലി അമ്മ പീഡിപ്പിക്കാൻ തുടങ്ങി. കാറ്റായി വന്നു. നങ്ങേലി അമ്മ പേടിച്ചില്ല. തീയായി വന്നു. നങ്ങേലി അമ്മ കണ്ണു തുള്ളിക്കൊണ്ട് തികടുത്തി കളഞ്ഞു. നരിയായും പുലിയായും ചെന്നു. നങ്ങേലി അമ്മ പേടിച്ചില്ല. എന്ത് പറഞ്ഞു? തരികെന്റെ ഉണ്ണി എന്ന് പറഞ്ഞു. ഭൂതം സ്വർണവും പണവും എല്ലാം കൊടുത്തു. അത് കണ്ട് നങ്ങേലി അമ്മ സ്വന്തം കണ്ണൊക്കെ ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതിനും വലുതാണ് എന്റെ ഉണ്ണി എന്ന് പറഞ്ഞു. ഭൂതത്തിനൊരു സൂചന കിട്ടി. നങ്ങേലി അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടല്ലോ. ഭൂതം തെച്ചിമരത്തിന് കൊമ്പുകൾ പറിച്ച് മറ്റൊരു ഉണ്ണി ഉണ്ടാക്കി നങ്ങേലി അമ്മയ്ക്ക് കൊടുത്തു. നങ്ങേലി അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. നങ്ങേലി അമ്മയ്ക്ക് മനസ്സിലായി ഇതെന്റെ ഉണ്ണിയല്ല. നങ്ങേലി അമ്മ കോപം കൊണ്ടുവരച്ചു. ഭൂതം പേടിച്ച് ഉണ്ണിയെയും കണ്ണുകളെയും കൊടുത്തു. നങ്ങേലി അമ്മയ്ക്ക് സന്തോഷമായി. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഒരു അമ്മയുടെ സ്നേഹം. ദുഷ്ടനായ ഭൂതം ഇപ്പൊ നല്ല മനസ്സുണ്ട് ഭൂതം. താങ്ക് യു.